നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പാൻക്രിയാറ്റൈറ്റിസ് അഥവാ ആഗ്നേയ ഗ്രന്ഥിയുടെ വീക്കം എന്ന അവസ്ഥയെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ദഹനത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു അവയവമാണ് ഈ പാൻക്രിയാസ്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഇവൻ നമ്മുടെ ഉദരത്തിനുള്ളിൽ ഏറ്റവും പുറകിൽ നട്ടെല്ലിനോട് ചേർന്നിട്ടാണ് കാണപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്ന ഇൻസുലിൻ ഹോർമോൺ ഉണ്ടാക്കുന്നതും ഇവനാണ്. അപ്പോൾ പ്രമേഹം അഥവാ ഡയബറ്റിസ് ഉണ്ടാവാൻ കാരണം ഇവനുണ്ടാകുന്ന പ്രശ്നമാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? പാൻക്രിയാസിനെ ബാധിക്കുന്ന ഏത് രോഗവും ദഹന പ്രക്രിയ തകരാറിലാക്കുകയും പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പാൻക്രിയാറ്റൈറ്റിസ് അഥവാ ആഗ്നേയ ഗ്രന്ഥിയുടെ വീക്കത്തെ നമുക്ക് പൊതുവെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് പെട്ടെന്നുണ്ടാകുന്ന വീക്കവും, രണ്ട് ദീർഘകാലമായി ഉണ്ടാകുന്ന വീക്കവും. പെട്ടെന്നുണ്ടാകുന്ന വീക്കമാണെങ്കിൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ വളരെ പെട്ടെന്നൊരു ദിവസം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദീർഘകാലമെടുത്ത് ഉണ്ടാകുന്ന വീക്കത്തിൽ വളരെ സമയമെടുത്ത് മെല്ലെ മെല്ലെ മാത്രമേ ഓരോ ലക്ഷണങ്ങളും കണ്ടുവരികയുള്ളൂ. അതായത് ഏകദേശം പാൻക്രിയാസിന് ഒരു പ്രശ്നമുണ്ടായാൽ അത് രോഗലക്ഷണങ്ങൾ കാണിക്കാൻ ദീർഘകാലമെടുത്തുണ്ടാകുന്ന പാൻക്രിയാറ്റൈറ്റിസിൽ 6 മാസമെങ്കിലും സമയമെടുക്കും. അതിനാൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പാടുള്ളതും ഇവനെ തന്നെയാണ്. പേരിൽ ഒരേപോലെയാണെങ്കിലും ഇവ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രോഗലക്ഷണങ്ങളാണ്. അതിൽ നമുക്ക് ആദ്യം പെട്ടെന്നുണ്ടാകുന്ന പാൻക്രിയാറ്റൈറ്റിസിനെ പറ്റി പഠിക്കാം. പെട്ടെന്നുണ്ടാകുന്ന പാൻക്രിയാറ്റൈറ്റിസിൽ ആദ്യമായി നമുക്ക് രോഗകാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇതിൽ അവസാനം പറയുന്ന രോഗകാരണം ചിലപ്പോൾ നിങ്ങളെ ഞെട്ടിച്ചേക്കാം. ആദ്യമായി ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ ഇവനാണ് പിത്തസഞ്ചി അഥവാ ഗൾ ബ്ലാഡർ. പിത്തസഞ്ചിയിലുണ്ടാകുന്ന കല്ല് പിത്തനാളത്തിലിറങ്ങി ആഗ്നേയഗ്രന്ഥിയുടെ നാളിയെ തടസ്സപ്പെടുത്തുന്നതാണ് ഈ രോഗത്തിൻ്റെ പ്രധാന കാരണം. ഇത് സ്ത്രീകളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. അതേപോലെ അമിതമായ മദ്യപാനവും ഈ രോഗത്തിൻ്റെ ഒരു കാരണമാണ്. ആഗ്നേയഗ്രന്ഥിക്ക് പറ്റുന്ന പരിക്കുകൾ അതിപ്പോൾ സർജറി ചെയ്യുമ്പോഴോ അഥവാ ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോഴോ ആകാം. അങ്ങനെ എന്താണെങ്കിലും അത് ആഗ്നേയഗ്രന്ഥിയുടെ വീക്കത്തിന് കാരണമാകുന്നു. അതേപോലെ ചില മരുന്നുകളുടെ ഉപയോഗവും പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാക്കാൻ കാരണമാകും. മംസ് അഥവാ മുണ്ടിനീര് വന്ന രോഗികളിൽ ആഗ്നേയഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനി പറയുന്ന കാരണം ചിലപ്പോൾ നിങ്ങളെ ഞെട്ടിച്ചേക്കാം. തേളുകടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചില രോഗികളിൽ അതിൻ്റെ വിഷം നമ്മുടെ പാൻക്രിയാസിൽ ബാധിക്കുകയും പിന്നീട് ഇത് രോഗകാരണത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് പാൻക്രിയാസിൻ്റെ പെട്ടെന്നുണ്ടാകുന്ന വീക്കത്തിന് കാരണം. ഇനി നമുക്കിതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെട്ടെന്നുണ്ടാകുന്ന അതികഠിനമായ വയറുവേദനയാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. ചിത്രത്തിലെ പോലെ ഉദരത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് വേദന സാധാരണയായി കണ്ടുവരുന്നത്. ഛർദിയും ഓക്കാനവും ചില രോഗികളിൽ കാണാറുണ്ട്. ഹൃദയമിടിപ്പ് കൂടുന്നതും ചെറിയ പനിയും വിറയലും ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. സാധാരണയായി ഒരു വ്യക്തിയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 60 മുതൽ 100 ഇടയിലാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ ഇത്രയും ഭാഗങ്ങളിൽ ഹൃദയമിടിപ്പ് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് രോഗലക്ഷണങ്ങൾ. ഇനി ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. അതികഠിനമായ വയറുവേദനയുമായി വരുന്ന രോഗികളിൽ ആഗ്നേയഗ്രന്ഥിയുടെ വീക്കത്തിന് സാധ്യതയുണ്ട്. എന്നാൽ രോഗനിർണയം ചില പരിശോധനകൾ കൊണ്ട് മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി രക്തത്തിലെ അമിലേസ്, ലിപ്പേസ് എന്നീ ദഹന രസങ്ങളുടെ അളവ് നിർണ്ണയിക്കാറുണ്ട്. ഇത് രണ്ടും ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ്. ആഗ്നേയഗ്രന്ഥിയുടെ വീക്കമുള്ള രോഗികളിൽ ഈ ദഹനരസങ്ങൾ രക്തത്തിൽ കൂടുതലായി കാണപ്പെടുന്നു. സ്കാനിങ് വഴി ആഗ്നേയഗ്രന്ഥിയുടെ ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ഇതിനായി അൾട്രാസൗണ്ട് സ്കാനിങ് അഥവാ USG, CT സ്കാനിങ്, MRI സ്കാനിങ് എന്നിവ രോഗിയുടെ രോഗാവസ്ഥ അനുസരിച്ച് ഉപയോഗപ്പെടുത്തുന്നതാണ്. ഇനി പെട്ടെന്നുണ്ടാകുന്ന പാൻക്രിയാറ്റൈറ്റിസിനെ നമുക്ക് എങ്ങനെയൊക്കെ ചികിത്സിക്കാമെന്ന് നോക്കാം. രോഗതീവ്രത അനുസരിച്ച് ഈ അസുഖത്തെ നേരിയ തോതിലുള്ള പാൻക്രിയാറ്റൈറ്റിസ് എന്നും ഗുരുതരമായിട്ടുള്ള പാൻക്രിയാറ്റൈറ്റിസ് എന്നും രണ്ടായി തിരിക്കാം. ഗുരുതരമായ രീതിയിലുള്ള പാൻക്രിയാറ്റൈറ്റിസ് മാരകമായേക്കാവുന്ന ഒരു രോഗമാണ്. ഇങ്ങനെയുള്ള രോഗികൾക്ക് ICU ചികിത്സ ആവശ്യം വരാറുണ്ട്. അതിഗുരുതരാവസ്ഥയിലുള്ള ആഗ്നേയഗ്രന്ഥിയുടെ വീക്കം ചില രോഗികളുടെ വൃക്കയുടെയും ശ്വാസകോശത്തിൻ്റെയും ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെയും പ്രവർത്തനത്തെ തകരാറിലാക്കാനും ചിലപ്പോൾ മരണകാരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. നേരിയ രീതിയിലുള്ള ആഗ്നേയഗ്രന്ഥി വീക്കം കുറച്ച് ദിവസത്തെ ചികിത്സ കൊണ്ട് ശരിയാക്കിയെടുക്കാൻ കഴിയുന്നതേയുള്ളൂ. എന്നാൽ ഗുരുതരമായ രീതിയിൽ ഉള്ള രോഗങ്ങൾ ബാധിച്ച രോഗികൾക്ക് തീവ്ര പരിചരണ വിഭാഗത്തിലെ ചികിത്സയും എൻഡോസ്കോപ്പ് ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയയും വേണ്ടി വരാറുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ആഗ്നേയഗ്രന്ഥിയുടെ വീക്കത്തെപ്പറ്റി ഇതൊക്കെയാണ് അറിയാനുള്ളത്. ഇനി ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തതായി നമുക്ക് ദീർഘകാലമായി ഉണ്ടാകുന്ന വീക്കത്തെപ്പറ്റി നോക്കാം. രോഗം പ്രധാനമായും 3 തരം രോഗലക്ഷണങ്ങളോട് കൂടിയാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. വയറുവേദന, ഭക്ഷണ പദാർത്ഥങ്ങളെ ദഹിപ്പിക്കാനുള്ള കഴിവില്ലായ്മ, പ്രമേഹ രോഗം എന്നിവയാണ് ഈ ലക്ഷണങ്ങൾ.
ചില രോഗികളിൽ 1-2 ലക്ഷണങ്ങൾ മാത്രമോ അല്ലെങ്കിൽ എല്ലാ ലക്ഷണങ്ങളോട് കൂടിയോ രോഗം പ്രത്യക്ഷപ്പെടാം. ഇനി ഇതിൻ്റെ രോഗകാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചില ജനിതക വൈകല്യങ്ങൾ ആഗ്നേയഗ്രന്ഥിയുടെ ദീർഘകാല വീക്കത്തിന് കാരണമാകാം. അമിതമായ മദ്യപാനമാണ് ഈ രോഗത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. രക്തത്തിലെ കാൽഷ്യം, കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതും ആഗ്നേയഗ്രന്ഥിയുടെ ദീർഘകാല വീക്കത്തിന് കാരണമാകാം. ഉഷ്ണമേഖലാ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളിൽ ദീർഘകാലമായുള്ള പാൻക്രിയാസിൻ്റെ വീക്കം കണ്ടുവരാറുണ്ട്. ഇങ്ങനെയുള്ള അസുഖം കൂടുതലായും കണ്ടുവരുന്നത് കേരള സംസ്ഥാനത്തിലും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലുമാണ്. അപൂർവമായി മാത്രമേ ഈ രോഗം മറ്റു പ്രദേശങ്ങളിൽ കാണാറുള്ളൂ. രോഗലക്ഷണങ്ങൾ പറയുമ്പോൾ കഠിനമായ വയറുവേദന, ഭക്ഷണ പദാർത്ഥങ്ങൾ ആഗിരണം ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന കുറവുകൾ കൊണ്ടുള്ള വയറിളക്കം, പോഷക ആഹാരക്കുറവ്, ചെറുപ്പത്തിലേ കാണപ്പെടുന്ന പ്രമേഹ രോഗം എന്നിവയാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ ഒറ്റയ്ക്കായോ എല്ലാം കൂടിയോ രോഗികളിൽ കണ്ടുവരാറുണ്ട്. ദീർഘകാലം ഈ രോഗം നീണ്ടു നിൽക്കുമ്പോൾ ആഗ്നേയഗ്രന്ഥിയുടെ ഘടനയെ ബാധിക്കുകയും ഗ്രന്ഥികളിലും നാളികളിലും കല്ലുകൾ ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി രോഗം കണ്ടുപിടിക്കാനായി പ്രമേഹ രോഗത്തിനുള്ള രക്തപരിശോധനയും അതേപോലെ ഭക്ഷണം ആഗിരണം ചെയ്യപ്പെടാത്തത് മൂലം മലത്തിൽ കൂടി നഷ്ടപ്പെടുന്ന കൊഴുപ്പിൻ്റെ അളവ് രോഗിയുടെ മലം പരിശോധനയിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതിനായി വിവിധ പരിശോധനകൾ ഇന്ന് നിലവിലുണ്ട്. ദീർഘകാലമായുള്ള ആഗ്നേയഗ്രന്ഥി വീക്കം ഗ്രന്ഥിയുടെ ഘടന മാറ്റിമറിക്കുകയും ഗ്രന്ഥിക്കുള്ളിൽ കല്ലുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഗ്രന്ഥിയിൽ മാറ്റത്തിൻ്റെ തോത് കണ്ടുപിടിക്കാൻ എക്സ്റേ പരിശോധന, അൾട്രാസൗണ്ട്, CT, MRI എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. ദീർഘകാലമായുള്ള ആഗ്നേയഗ്രന്ഥി വീക്കത്തിന് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചികിത്സ ആവശ്യമായി വരാറുണ്ട്. വിവിധ തരം വേദന സംഹാരികൾ, പോഷകങ്ങൾ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന കൃത്രിമ ദഹനരസങ്ങൾ, പ്രമേഹത്തിൻ്റെ ചികിത്സ എന്നിവയാണ് ചികിത്സയുടെ കാതലായ ഭാഗം. ഭൂരിപക്ഷം രോഗികളിലും മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ ഫലപ്രദമാകാറുണ്ട്. ഒരു ചെറിയ വിഭാഗം രോഗികളിൽ മാത്രമേ അപൂർവമായി ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരികയുള്ളൂ. പാൻക്രിയാറ്റൈറ്റിസ് എന്ന രോഗാവസ്ഥയെപ്പറ്റി ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. കൃത്യമായ ചികിത്സയിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു രോഗമാണ് പാൻക്രിയാറ്റൈറ്റിസ്. ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവച്ച അറിവുകൾ ഏവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി.